എന്താണ് അമലോത്ഭവം? ആ വാക്കിന്റെ അർത്ഥം നിർമ്മലമായ ജനനം എന്നാണ്. മറിയം ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷത്തിൽ തന്നെ ജന്മപാപത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ചിരുന്നു എന്ന വിശ്വാസമാണ് ഈ പ്രയോഗം ഉൾക്കൊള്ളുന്നത്. മറിയത്തിന്റെ ജീവിതം തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിലാണ് എന്നാണ് ഈ വിശ്വാസ സത്യം നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ മറിയവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കത്തോലിക്ക സഭ പ്രഖ്യാപിച്ച 4 വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണ് അമലോത്ഭവം. 4 വിശ്വാസ സത്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 7-ാം നൂറ്റാണ്ടിന് മുമ്പേ തന്നെ 2 വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഒന്ന്, മറിയം ദൈവമാതാവാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, മറിയം നിത്യകന്യകയാണ് എന്നുള്ളതാണ്. ആ 2 വിശ്വാസ സത്യങ്ങളും വളരെയേറെ തർക്കങ്ങളും വിതർക്കങ്ങളും അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് 7-ാം നൂറ്റാണ്ടിന് മുന്നേ തന്നെ അത് പ്രഖ്യാപിച്ചത്. ഈ 2 വിശ്വാസ സത്യങ്ങൾ ഈ ആധുനിക കാലത്താണ് മറ്റു 2 വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടത്. ഒന്ന്, മൂന്നാമത്തേത് അമലോത്ഭവമാകുന്നു എന്നുള്ളതും 4-ാമത്തേത് സ്വർഗാരോപണവുമാണ്. ഈ 4 വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ പൊതുവെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, ഇതിനെ 4നെയും അംഗീകരിക്കാൻ പറ്റാത്ത വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചത് എന്നാണെന്ന് നോക്കാം. 1854 ഡിസംബർ 8-നാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ അമലോത്ഭവത്തെ വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ച ഡോക്യുമെന്റ് അവാച്യനായ ദൈവം എന്നർത്ഥം വരുന്ന ഇനെഫാബിലിയൂസ് ദേവൂസ് എന്ന തിരുവെഴുത്ത് വഴിയായിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രഖ്യാപനം നടത്തിയപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ അതിനെതിരെ ഉന്നയിച്ചിരുന്നു. കത്തോലിക്ക സഭ ഇത് വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോഴും മറ്റ് ക്രൈസ്തവ സഭകളിൽ വലിയ കോളിളക്കം ഉണ്ടാക്കി. കത്തോലിക്ക സഭയിൽ പോലും ഇതിനെതിരെ ഭിന്നസ്വരങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും കത്തോലിക്ക സഭയിലെ എല്ലാ വിഭാഗവും ഇതൊരു വിശ്വാസ സത്യമായിട്ട് ഇപ്പോൾ അംഗീകരിച്ചു വരുന്നുണ്ട്. ഈ വിശ്വാസ സത്യം പ്രഖ്യാപനം കഴിഞ്ഞ്, ഞാൻ പറഞ്ഞു 1854-ലാണ് വിശ്വാസ പ്രഖ്യാപനം നടത്തിയത്. 1870 ആരംഭിച്ച 1-ാം വത്തിക്കാൻ കൗൺസിൽ. 1-ാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് അധികം കേട്ടിട്ടുണ്ടാവില്ല. 2-ാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഈ 1-ാം വത്തിക്കാൻ കൗൺസിൽ 15 വർഷം കഴിഞ്ഞിട്ടാണ് ആരംഭിച്ചത്. ആ വത്തിക്കാൻ കൗൺസിലിലും ഇതിനെതിരെ ചർച്ചകളും ഒക്കെ വന്നിരുന്നു. എങ്കിലും ആ ചർച്ചകളൊക്കെ പിന്നീട് ആ കൗൺസിലിൽ വെച്ച് തന്നെ അവസാനിക്കുകയാണ് ഉണ്ടായത്. എങ്കിലും ഇപ്പോഴും കത്തോലിക്ക ഇതര സഭകൾ ഇതൊരു വിശ്വാസ സത്യമായിട്ട് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. കത്തോലിക്ക സഭയിലെ എല്ലാ സഭകളും തന്നെ അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചപ്പോൾ മാർപ്പാപ്പ 2 തരത്തിലുള്ള വിശദീകരണം കൊടുത്തു. ഒന്ന്, 3 തരത്തിൽ കൊടുത്തു. ഒന്ന്, താത്വികമായ വിശദീകരണം. 2, ബൈബിൾ അധിഷ്ഠിതമായ വിശദീകരണം. 3, സഭാചരിത്രത്തിന്റെ വിശദീകരണം. അപ്പൊ ഇത് 3 തലത്തിൽ നിന്നിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് മാർപ്പാപ്പ പറഞ്ഞതും പിന്നീട് ചരിത്രത്തിൽ നടന്നതുമായ ചില കാര്യങ്ങളെ ഒന്ന് അനുസ്മരിപ്പിക്കുകയാണ്. ബൈബിൾ അധിഷ്ഠിത താത്വികമായ വിശദീകരണം എന്ത് എന്ന് ചോദിച്ചാൽ, പിതാവായ ദൈവം ക്രിസ്തുവിന് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അമ്മയ്ക്ക് കൊടുത്ത ഒരു ദാനമാണ് എന്നുള്ളതാണ്, ഒരു കൃപയാണ് ഇതുള്ളത്. അപ്പം ദൈവത്തിന്റെ കൃപയാണ്, പിതാവായ ദൈവത്തിന്റെ കൃപയാണ് ഇതെന്നുള്ളതാണ് ഒരു താത്വികമായ വിശദീകരണം. അതിന് ഉപോദ്ബലകമായിട്ട് മാർപ്പാപ്പ പറയുന്ന കാര്യം ഇതാണ്: ഈ എല്ലാ കളങ്കത്തിൽ നിന്നും മോചിതയാകേണ്ടവളാണ് മറിയം. കാരണം ഉത്ഭവ പാപത്തോടെയാണ് മറിയം ജനിച്ചിരുന്നെങ്കിൽ ആ പാപം കൊണ്ട് മലിനമായ ഒരു ഉദരത്തിൽ തന്നെ ക്രിസ്തു ജനിക്കേണ്ടി വരുമായിരുന്നു. അപ്പം ക്രിസ്തു ജനിക്കുന്ന ആ ഉദരം ഉത്ഭവപാപം ഇല്ലാത്തതായിരിക്കണം. അതുകൊണ്ട്
ആ ഉദരത്തെ ശുദ്ധീകരിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. അത് യുക്തവുമാണ്. ആ തത്വത്തിന്റെ അടിസ്ഥാനത്തില് ദൈവത്തിന് അതിന് കഴിവുണ്ട്, അത് യുക്തവുമാണ്. കഴിവുള്ളതുകൊണ്ടും യുക്തവുമായതുകൊണ്ടും ദൈവം അത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ അത് പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടാണ്. രണ്ടാമത്തെ ഒരു തത്വം പറയുന്നതാണ്, ഇത് പുത്രനായ ദൈവത്തിന്റെ അനുഗ്രഹം കൂടിയാണ്. പുത്രൻ പരിപൂർണ മനുഷ്യനായിരിക്കുന്നത് പോലെ തന്നെ പരിപൂർണ ദൈവവുമാണ്. അപ്പൊ ഈ ദൈവം അത് ആദിയിലെ ഉള്ളവനാണ്. ആ വചനം മാംസമായത് മറിയത്തിലൂടെയാണ്. അങ്ങനെയെങ്കിൽ തനിക്ക് വരേണ്ട വഴി ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്വം ക്രിസ്തുവിനുണ്ട് എന്നതുകൊണ്ട് ക്രിസ്തു അത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹമാണ്, പുത്രനായ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഈ രണ്ടുപേരും ദൈവമായതുകൊണ്ട്, അവരുടെ രണ്ടുപേരുടെയും ആവശ്യമായതുകൊണ്ട്, അത് രണ്ടുപേർക്കും ചെയ്യാൻ കഴിവുള്ളതുകൊണ്ടും അത് യുക്തവുമായതുകൊണ്ടും അവരത് ചെയ്തു എന്നുള്ളതാണ് താത്വികമായ വിശദീകരണം. ബൈബിൾ അധിഷ്ഠിതമായിട്ട് കുറെ ഏറെ വിശദീകരണങ്ങളുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം സ്ത്രീയോട് പറയാണ്, പാമ്പിനോട് പറയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൾ നിന്റെ തല തകർക്കും. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശത്രുത ഉളവാക്കും. നീ എന്ന് പറയണത് പിശാചിന്റെ പ്രതീകമാണ്. സ്ത്രീ എന്ന് പറയുന്നത് മറിയമാണ്. അങ്ങനെയെങ്കിൽ ഈ സ്ത്രീയുടെ മകൻ സർപ്പത്തിന്റെ തല തകർക്കണം. അപ്പോ അങ്ങനെ തകർക്കണമെങ്കിൽ ആ തകർക്കാനുള്ള ആള് തകർക്കാനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കും. അത് ഉത്ഭവഭാവം ഇല്ലാത്ത ആളിൽ നിന്ന് ജനിച്ചാലേ ആ ക്വാളിറ്റി ഉണ്ടാവും. രണ്ടാമതായിട്ട് ശത്രുത ഉണ്ടാക്കും. എപ്പോഴാണ് പിശാചിന് ശത്രുത ഏറ്റവും കൂടുതൽ ഉണ്ടാകുക? യാതൊരുവിധ തിന്മയും ഇല്ലാത്ത ആളോടാണ് പിശാചിന് ഏറ്റവും ശത്രുത. അല്പമെങ്കിലും തിന്മയുണ്ടെങ്കിൽ, അല്പമെങ്കിലും പാപം ഉണ്ടെങ്കിൽ ആ ആളോട് ശത്രുത കുറയും, അത്രയും കുറയും. അപ്പൊ ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ ശത്രുത ഉണ്ടാകണമെങ്കിൽ കർമ്മഭാവം മാത്രം ഒഴിവാക്കിയാൽ പോരാ, ജന്മഭാവം കൂടി ഇല്ലാതാകണം. അതുകൊണ്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവള് ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിതയാണ് എന്നുള്ളതാണ്. രണ്ടാമത് ഒരു ബൈബിൾ സന്ദർഭം പറയുന്നതാണ്, ആദ്യ മാതാപിതാക്കന്മാരായ ആദവും ഹവ്വയും ദൈവനിശ്വാസം കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ അവർ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അവര് അനുസരണക്കേടും പാപത്തിലേക്കും പോയി. അങ്ങനെയെങ്കിൽ ദൈവനിശ്വാസത്തിന് ശേഷം പരിശുദ്ധാത്മാവ് കിട്ടിയാൽ പോരാ. അതായത് ഭൗതികമായ അസ്തിത്വം ഉണ്ടായിട്ട് പരിശുദ്ധാത്മാവ് വന്നാൽ പോരാ, ഉത്ഭവത്തിലെ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. എങ്കിലേ കറതീർന്ന് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദി മാതാപിതാക്കന്മാരിൽ അല്ലെങ്കിൽ ആദി ഹൗവയ്ക്ക് ഉണ്ടായ കുറവ് ദൈവം പരിഹരിച്ചു എന്നുള്ളതാണ് മറ്റൊരു ചിന്ത. മൂന്നാമതായിട്ട് നമ്മുടെ ഈ ഉത്തമഗീതത്തിലെ രണ്ട് കൊട്ടേഷനുകളാണ്. ഉത്തമഗീതം 6-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ്, എന്നാൽ എൻ്റെ മാടപ്രാവ് എൻ്റെ പൂർണ്ണവതി ഒരുവൾ മാത്രം, പൂർണ്ണവതി ഒരുവൾ മാത്രം, അമ്മയ്ക്ക് അവൾ ഓമനയാണ്, ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണ്, കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, പൂർണ്ണവതിയാണ് അവളെന്നാണ്. പൂർണ്ണവതി ആകണമെങ്കിൽ സ്വാഭാവികമായിട്ടും കർമ്മഭാവവും ജന്മഭാവവും ഇല്ലാതാകണം. അതുപോലെ തന്നെ ഇവിടെ തന്നെ പറയുന്ന വാക്ക് അവികലയാണ് എന്ന് പറയുന്ന അതേ വാക്ക് തന്നെ ഉത്തമഗീതത്തിന്റെ 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലും ആവർത്തിക്കുന്നുണ്ട്. എൻ്റെ ഓമന നീ സർവസുന്ദരിയാണേ, നീ അത്ര അവികലയാണ്. അപ്പൊ ഈ ഉത്തമ ഗീത ഭാഗങ്ങള് മറിയത്തിന്റെ പാപമില്ലാത്ത അവസ്ഥയും പൂർണ്ണതയുള്ള അവസ്ഥയുമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിലൂടെയും ആ വചന അടിസ്ഥാനത്തിലും മറിയം ഈ ഉത്ഭവഭാവം ഇല്ലാത്തവളായിരിക്കണം എന്നുള്ളത്.
അടുത്തത് ജെറമിയ പ്രവാചകന്റെ പുസ്തകമാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തില് പ്രവാചകന്റെ ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രവാചകനോട് പറയാണ്, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി നിന്നെ നിയോഗിച്ചു. ഒരു പ്രവാചകനെ ജനിക്കുന്നതിന് മുമ്പേ അറിഞ്ഞ് വിശുദ്ധീകരിച്ചു എങ്കിൽ ആ പ്രവാചകനേക്കാൾ വലിയ പ്രവാചകനായ ക്രിസ്തു അവനെ എത്രയോ നേരത്തെ വിശുദ്ധീകരിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മറിയത്തെ ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിച്ചു എന്നുള്ള വചനം പ്രഘോഷിക്കാനുള്ളവനാണ് പ്രവാചകൻ. ആ വചനം പ്രഘോഷിക്കുന്ന എന്ന് പറഞ്ഞാല് വചനം പറയുക മാത്രമല്ല, വചനം ജീവിക്കുക കൂടി ചെയ്യുന്നയാളാണ്. അപ്പൊ വചന പ്രഘോഷകരിലെ ഏറ്റവും ഉദാത്തമായ വചന പ്രഘോഷക മറിയമാണ്. കാരണം വചനം ജീവിച്ചവളവളാണ്, മാത്രമല്ല വചനത്തെ മാംസം ധരിച്ചവളാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ വചന പ്രഘോഷകനായ പ്രവാചകന്റെ ജന്മത്തെ പോലും വിശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ വചനം മാംസം ധരിച്ച മറിയത്തെ നേരത്തെ വിശുദ്ധീകരിച്ചു എന്നുള്ളത്. മറ്റൊരു ചിന്ത ഇതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ ആദി മാതാവായ ഹവ്വ പാപശേഷം ഓടി ഒളിച്ചവളാണ്. പാപശേഷം ഓടി ഒളിച്ചു ദൈവത്തെ കണ്ടപ്പോൾ ഓടിയവളാണ്. എന്നാല് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവദൂതനെ കണ്ടപ്പോൾ മറിയം ഓടിയില്ലെന്ന് മാത്രമല്ല, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് അവളുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചവളാണ്. അപ്പോ പാപം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൾ ഓടിയത്. ഇവിടെ പാപമില്ലാത്തവളും ആയതുകൊണ്ടാണ് അവൾ ഓടാതെ നിന്നതും. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് നിന്റെ വാക്കിനിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് അതിന് നിന്നുകൊടുത്തതും അത് ഉത്ഭവഭാവത്തിലേക്കുള്ള അമലോത്ഭവത്തിലേക്കുള്ള സൂചനയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ലൂക്കയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തില് നമ്മൾ മാലാഖയുടെ അഭിവാദനം നമ്മൾ വായിക്കുന്നുണ്ട്. നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവും, കർത്താവ് നിന്നോടുകൂടെ. അത് ഇപ്പയുള്ള കാര്യമല്ല പറയണേ, ഓൾറെഡി ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അവള് സ്ഥിരമായിട്ട് നന്മ നിറഞ്ഞവളാണ് എന്നും അവള് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്നും അവളോടുകൂടി കർത്താവുള്ളവളാണ് എന്നും തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കർത്താവ് വന്നത് ഇവിടെ വെച്ചല്ല, വാർത്ത കൊടുത്തപ്പോഴല്ല വന്നത്, നേരത്തെ ഉള്ളതാണ്. ഉള്ള വാർത്ത അറിയിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവള് ഉത്ഭവഭാവം ഇല്ലാത്തവളാണ്, അല്ലെങ്കിൽ അമലോത്ഭവമാണ് എന്നുള്ളത്. ഇനി മറ്റൊരു വചനഭാഗം നമ്മൾ വായിക്കുന്നത് ലൂക്കയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യത്തിൽ പറയാണ്, മറിയത്തിന്റെ സന്ദർശന വേളയില് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. മറിയത്തിന്റെ ആഗമനത്തില് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. ശിശു, ഉദരത്തിൽ കിടക്കുന്ന ശിശു സന്തോഷം കൊണ്ട്, ആത്മാവ് കൊണ്ട് നിറഞ്ഞ് തുള്ളിച്ചാടും. അപ്പൊ പരിശുദ്ധ അമ്മയുടെ ആഗമനത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ മറ്റൊരാൾ നിറയണമെങ്കിൽ അവളിൽ തന്നെ പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവളുടെ ജീവിതം അമലോത്ഭവമാണ് എന്നുള്ളതാണ്. ഇനി സഭയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഈ അമലോത്ഭവ പ്രഖ്യാപനം 19-ാം നൂറ്റാണ്ടിലാണെങ്കിൽ തന്നെയും അതിന് ചരിത്രത്തില് അങ്ങനെ ഒരു പ്രഖ്യാപനമില്ലെങ്കിലും ആ ഒരു വിശ്വാസം തുടക്കം തുടങ്ങി രൂഢമൂലമായി. അതിന് ആദ്യത്തെ തെളിവ് കിട്ടുന്നത് AD 431 എഫേസൂസ് കൗൺസിലില് ഇങ്ങനെ ഈ ഒരു സത്യത്തെ അതൊരു അലിഖിത വിശ്വാസമായിരിക്കണം നമ്മുടേത് എന്ന് സൂനദോസ് പഠിപ്പിക്കുന്നുണ്ട്. അത് അവളെ ഉത്ഭവം തുടങ്ങി വിശുദ്ധയായിരുന്നു എന്നത് അവിതർക്കവും അസംയുക്തവുമാണെന്ന് സൂനദോസിന്റെ രേഖകളിലുണ്ട്. വിശുദ്ധ എഫ്രേം തന്റെ നിസിബിയൻ ഗീതങ്ങളിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: കർത്താവേ, എൻ്റെ കർത്താവേ, നിന്നില് ഒരു അപൂർണതയുമില്ല. അതായത് കർത്താവിൽ ഒരു അപൂർണതയുമില്ല, നിന്റെ മാതാവില് ഒരശുദ്ധിയുമില്ല, ഒരശുദ്ധിയുമില്ല എന്നാ പറയണം.
കർമ്മഭാവത്തിന്റെ അശുദ്ധി ഇല്ലെന്നല്ല, ഉത്ഭവഭാവത്തിന്റെ അശുദ്ധി ഇല്ലെന്നാണ്, ഒരശുദ്ധി ഇല്ലെന്ന് പറയും. കന്യകാമേരി പാപത്തിന്റെ സകല കെണികളിലും നിന്ന് വിമുക്തിയായിരുന്നു എന്നാണ് 4-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അംബ്രോസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറിയം പുതിയ ഹവ്വയാണെന്നും ഹവ്വ പാപരഹിതയായി ഭൂമിയിൽ അവതരിച്ചതുപോലെ പുതിയ ഹവ്വയും പാപരഹിതയായി ജനിച്ചു എന്നുമാണ് സഭാപിതാക്കന്മാരുടെ നിഗമനം, പൊതുവെയുള്ള നിഗമനം. 12-ാം ശതകത്തില് ഫ്രാൻസില് ഈ അമലോത്ഭവ തിരുനാള് ആഘോഷിക്കണമെന്ന് കുറച്ചുപേര് താല്പര്യമെടുത്തു. അപ്പം ദൈവശാസ്ത്രജ്ഞന്മാര് രണ്ട് ചേരിയായിട്ട് തിരിയണ്ടേ. വിശുദ്ധ തോമസ് അക്വിനാസിന്റെ നേതൃത്വത്തില് ഭൂരിപക്ഷം പണ്ഡിതരും അമലോത്ഭവത്തെ അന്നത്തെ കാലത്ത് അനുകൂലിച്ചില്ല. എന്നാൽ ഫ്രാൻസിസ്കൻ സഭക്കാരുടെ നേതൃത്വത്തില് അതിന് അമലോത്ഭവത്തെ വലിയ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു. അതിന്റെ നേതൃത്വം കൊടുത്ത ജോൺ സ്കോട്ടസ് അതിനെ വലിയ പ്രചാരവും കൊടുത്തു. പിന്നീട് വന്ന മാർപ്പാപ്പമാര് സിസ്റ്റസ് 4-ാമനും അലക്സാണ്ടർ 7-ാമനും ക്ലമന്റ് 12-ാമനും ഒക്കെ അമലോത്ഭവത്തിന്റെ വക്താക്കളായിരുന്നു. 1447 സിസ്റ്റസ് 6-ാമൻ മാർപ്പാപ്പ അമലോത്ഭവ തിരുനാള് ആഘോഷപൂർവ്വം കൊണ്ടാടാനായിട്ട് പ്രാദേശിക സഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഭ വിട്ടുപോയ മാർട്ടിൻ ലൂതർ പോലും മറിയത്തിന്റെ അമലോത്ഭവ സത്യത്തിന്റെ വക്താവായിരുന്നു. അദ്ദേഹം എഴുതി വെച്ചു, മറിയത്തിന്റെ ഉത്ഭവം കത്തോലിക്ക സഭ വിട്ടുപോയി പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉണ്ടാക്കിയ ആളാണെന്ന് നമ്മൾ ഓർക്കണം. മാർട്ടിൻ ലൂതർ അദ്ദേഹം എഴുതി വെച്ചേക്കാണ്, മറിയത്തിന്റെ ഉത്ഭവഭാവം കൂടാതെ സംഭവിച്ചു. ജീവന്റെ ആദ്യ നിമിഷം മുതൽ അവൾ വിശുദ്ധയായി ജീവിച്ചു തുടങ്ങി. സകല പാപങ്ങളിൽ നിന്നും അവള് മുക്തയായിരുന്നു എന്നാണ് മാർട്ടിൻ ലൂതർ പോലും എഴുതി വെച്ചത്. 1708 ഡിസംബർ 6-ന് ക്ലമന്റ് 11-ാമൻ മാർപ്പാപ്പ അമലോത്ഭവ തിരുനാള് കടമുള്ള തിരുനാളായിട്ട് പ്രാദേശിക സഭയിലൂടെ, പ്രത്യേകിച്ച് ലത്തീൻ സഭയുടെ കലണ്ടറിൽ പെടുത്തി. ഭൂരിപക്ഷം മെത്രാന്മാരുടെയും അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ ഇത് ദൈവിക വെളിപാടിൽ അധിഷ്ഠിതമാണെന്നും പരസ്യമായി അംഗീകരിക്കേണ്ടതാണെന്നും പ്രഖ്യാപിച്ചത്. സഭ പണ്ട് മുതലേ വിശ്വസിച്ചു പോന്ന ഒരു കാര്യത്തെ മാർപ്പാപ്പ ഒരു സത്യമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സാരം. അതിന്റെ ചില ആഘോഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 1648 പോർച്ചുഗലിലെ രാജാവ് ജുവാൻ എന്ന് പറയുന്ന രാജാവ് പോർച്ചുഗലിനെ അമലോത്ഭവ മാതാവിന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 1781 പോർട്ട് ഓഫ് സ്പെയിനില് അമലോത്ഭവ അമ്മയുടെ നാമത്തിലുള്ള ആദ്യത്തെ ലോകത്തിലെ ദേവാലയം ഉയർന്നു. 1830 റുഡേബാക്കില് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം തന്നെ താൻ അമലോത്ഭവയാണ് എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. ലൂർദിലും അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ അമലോത്ഭവമാണെന്നാണ് പറഞ്ഞത്. ഏതായാലും അങ്ങനെ പോകുന്ന ഗ്രിഗറി 16-ാമൻ മാർപ്പാപ്പയുടെ കാലമായപ്പോഴേക്കൊക്കെ ഇത് പ്രബലമായി. അങ്ങനെയാണ് നമ്മുടെ 9-ാം പിയൂസ് മാർപ്പാപ്പ ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി എന്താണ് ഈ തിരുനാള് നമുക്ക് വരുന്ന സന്ദേശം? ഞാനും നിങ്ങളും ഒക്കെ, അപ്പം മറിയം ജന്മം കൊണ്ട് ഉത്ഭവഭാവമില്ലാതെ ആയവളാണെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ ഉത്ഭവഭാവം ഇല്ലാതായവരാ. എപ്പോ? മാമോദീസ സ്വീകരിച്ചപ്പോൾ. അപ്പോൾ ഈ അമലോത്ഭവ തിരുനാള് ആചരിക്കുമ്പോൾ നമ്മുടെ ഒരു വീണ്ടും ജന്മത്തെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. അന്ന് നമ്മുടെ തലതൊട്ടപ്പനും കൊടുത്ത പ്രതിജ്ഞകള് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തേണ്ടത്. അപ്പോൾ ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിതയായ മറിയത്തിന് കിട്ടിയ അതേ അവസ്ഥയിലേക്ക് നമ്മളും വന്നിട്ടുണ്ട്. നമ്മൾ മാമോദീസയിലാണ് വന്നതെന്ന് മാത്രം. അപ്പൊ ഈ മാമോദീസയുടെ പുണ്യം പേറി ജീവിക്കാനായിട്ടുള്ള ബാധ്യത ഈ തിരുനാള് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ തിരുനാള് എൻ്റെ ഒരു ചിന്ത വന്നതാണ്, ഈ നമ്മളൊരു പുഴ കടക്കുമ്പോൾ, ഒരു പുഴ നീന്തി കടക്കുമ്പോൾ ഇടയ്ക്കെങ്ങാനും മുങ്ങിപ്പോയാല് മുങ്ങിപ്പോകാതെ രക്ഷിക്കാനുള്ള മനുഷ്യരുണ്ടാകാം. എന്നാല് മുങ്ങിയതിനു ശേഷം, നമ്മൾ മുങ്ങിയതിനു ശേഷം ആഴത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുന്നവരുണ്ടാകും. മറിയത്തെ മുങ്ങാതെ നമ്മളെ കരകയറ്റാൻ ശക്തിയാണ് എന്നാണ് ഈ അമലോത്ഭവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം. മനസ്സിലായോ? ഇത് എൻ്റെ ചിന്തയായതുകൊണ്ട് നിങ്ങളുടെ തലയിൽ കയറിയെന്ന് എനിക്ക് സംശയമുണ്ട്. അതായത്
നമ്മൾ പാപത്തിന്റെ വെള്ളത്തില് അല്ലെങ്കിൽ ജീവിതത്തിന്റെ തിരക്കുകളിൽ മുങ്ങിപ്പോകാതെ രക്ഷിക്കാൻ കഴിവുള്ളവളാണ് ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിതയായ മറിയം. മറ്റു വിശുദ്ധരൊക്കെ നമ്മള് മുങ്ങിപ്പോയാല് അടിയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റുന്നവരാ. അപ്പോ അങ്ങനെയുള്ള മറിയത്തില് ആശ്രയിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഉത്ഭവങ്ങള് വിശുദ്ധമാകണം എന്നും കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തയുടെ ഉത്ഭവം, നമ്മുടെ തീരുമാനത്തിന്റെ ഉത്ഭവം, നമ്മുടെ നിലപാടിന്റെ ഉത്ഭവം, നമ്മുടെ സംസാരത്തിന്റെ ഉത്ഭവം, നമ്മുടെ സ്നേഹത്തിന്റെ ഉത്ഭവം, നമ്മുടെ പങ്കുവെക്കലിന്റെ ഉത്ഭവം, നമ്മുടെ ശുശ്രൂഷയുടെ ഉത്ഭവം എല്ലാം വിശുദ്ധമാകണം. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുള്ളത്, വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ. നന്നായിട്ട് തുടങ്ങിയാല് പകുതി തീർന്നു എന്നുള്ളത്. അപ്പൊ എല്ലാ ഉത്ഭവങ്ങളും വിശുദ്ധമാകണം. നമ്മള് വിശുദ്ധമായ മാത്രം പോരാ, നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും വിശുദ്ധമാകണം എന്ന് സാരം. തീർച്ചയായിട്ടും ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. അമലയായി ജനിച്ച് അമലയായി ജീവിച്ചവള്, നമ്മളും മാമോദീസയിലൂടെ ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിതരായവരാണ്. ആ ചൈതന്യത്തിൽ ജീവിക്കാൻ ഉള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ അമലോത്ഭവ വിശ്വാസ സത്യമായിട്ട് പ്രഘോഷിച്ചു തന്ന കാലാകാലങ്ങളിലൂടെ വചനത്തിലൂടെയും സഭാ പഠനത്തിലൂടെയും പണ്ഡിതരിലൂടെയും വിശുദ്ധരിലൂടെയും പരിശുദ്ധ പിതാക്കന്മാരിലൂടെയും ഒക്കെ ഈ സന്ദേശം ഞങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അവിടുന്ന് പദ്ധതി ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ വലിയ തിരുനാളിന്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും മാമോദീസയുടെ പരിശുദ്ധിയിൽ ജീവിക്കാൻ, കർമ്മപാപത്തിൽ നിന്ന് മോചിതരായി ജീവിക്കാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയെ പോലെ ജന്മത്തിലും ജീവിതത്തിലും വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ നൽകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശിംശേശ്വരി.